ഇതൊക്കെ സത്യാണോ? പിന്നെ ചാലിന് നുണ പറയൂ? നോക്ക്, പോലീസ് അവളെ അറസ്റ്റ് ചെയ്തത് കണ്ണു തുറന്ന് നോക്ക്. അവളുടെ ജീവിതം അവള് തകർത്തു. പ്രതാപം മന്ത്രിയാണ്. ഇനി അവൻ ഇതിന് ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? അമ്മയുടെ രഹസ്യ കാമുകനൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, അതിന് ഒരാളെങ്ങനെ കൊല്ലണോ? ഇതിപ്പോ അമ്മയുടെ കാമുകനെ മകള് റിവോൾവർ കൊണ്ട് ഷൂട്ട് ചെയ്തെന്നുള്ള വാർത്ത ലോകം മുഴുവൻ അറിയില്ലേ? എന്തൊക്കെ നാണക്കേടാ എന്റെ ഭഗവാനെ. അന്തസ്സും അഭിമാനം ഉള്ളൊരു തറവാടിന്റെ തായ്വേര് ഇളക്കിയില്ലേ ഇവള്? ഇനി പോലീസും മീഡിയയും നാട്ടുകാരും എല്ലാവരും ഇതിന്റെ പുറകെ ആയിരിക്കും. അവരിതെല്ലാം ചൂഴ്ന്നെടുക്കും. കൊല്ലപ്പെട്ടതേ അമ്മയുടെ ജാരം മാത്രമല്ല, അതിവളുടെ അച്ഛനാണെന്നുള്ള കാര്യം കൂടി ഇനി മീഡിയ കണ്ടെത്തും. ഒടുവില് അച്ഛനെ കൊന്ന മകളെന്നുള്ള കീർത്തി കൂടി ഇവളുടെ തലയിലിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്താടി എന്റെ മനസ്സിലെ വിഷമം ഞാൻ ഷെയർ ചെയ്തപ്പോ നീ പൊട്ടിത്തെറിക്കുന്നേ? നിങ്ങളുടെ മനസ്സിൽ വിഷമമല്ല, സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഋതുമോള് ആരെയും കൊല്ലില്ല. അവൾക്ക് ആരെയും കൊല്ലാനും കഴിയില്ല. ഓ, ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഓഹോ, അപ്പോ ഞാൻ വളർത്തിയ ആ പെണ്ണ് ഇപ്പൊ നിങ്ങളുടെ മകളായോ? നിങ്ങൾ വളർത്തിയതല്ലോ, ബലിയാടാക്കാൻ ഒരുക്കി നിർത്തിയതല്ലേ മോളെ. ശേഖരേട്ടാ, ഇത് ഒരു ചതിയാ. ഇതിന് പിന്നില് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയോ? വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് വരെ പോലീസ് കണ്ടെടുത്തു. ആ ഗണ്ണ് സ്മെല്ല് ചെയ്ത് പോലീസ് ഡോഗ ഋതികയെ ചെന്ന് പിടികൂടിയത്. ഋതുമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന ഈ കൊലപാതകം. അതിലൊരു സംശയമില്ല. ഈ ചതിക്കുഴി ഒരുക്കിയവരെ എന്തായാലും പോലീസ് പൊക്കും.